മൊത്തം നമ്മള് ചൂണ്ടയിട്ട് പിടിച്ച മീനാണ് കേട്ടോ. എല്ലാ സാധനവും ഉണ്ട്. ഇന്നൊരു കോമ്പറ്റീഷൻ ആയിരുന്നല്ലേ. കുഞ്ഞുമറിയും പപ്പ മീൻ പിടിക്കാൻ വേണ്ടി പോയതാ. ഹലോ, നമ്മളിന്ന് ചൂണ്ടിടാൻ വേണ്ടി പോകണം. ഇന്നത്തെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മീൻ പിടിക്കുന്ന ആരെ നോക്കണം. ഞാനും ഉണ്ട്, മമ്മി പുറകിൽ, ഫ്രണ്ടിൽ ജിനാചാച്ച വണ്ടി ഓടിക്കുന്നു, സി ചേച്ചി, ഇകാൻകുട്ടൻ, കുഞ്ഞുമറി, അഞ്ചു. ഏറ്റവും കൂടുതൽ മീൻ പിടിക്കുന്ന ആൾക്ക് 5000 രൂപ ഗൂഗിൾ പേ ചെയ്ത് വരും. ഇന്ന് പോകുന്നതിന് മുമ്പ് ഗൂഗിൾ പേ ഇല്ലാത്തവർക്ക് പപ്പയുടെ അക്കൗണ്ടിൽ ഗൂഗിൾ പേ എടുക്കും. പപ്പ ക്യാഷ് ആയിട്ട് കൊടുക്കും കേട്ടോ. തമാശ പറയാൻ കേട്ടോ. ഫാമിലിക്കില്ല, ഒരാൾക്കേ ഉള്ളൂ. ഐശ്വര്യ ചൂണ്ട പോയെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മീൻ പിടിക്കുന്ന ആളാണ് കേട്ടോ. ഇന്നത്തെ 5000 രൂപ ഗൂഗിൾ പേ ആണേ. 5 രൂപ പിന്നെ അങ്ങനെ പിടിക്കും. ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്താണെങ്കിലും മത്സരം ഇല്ല, അങ്ങനെയുണ്ട്. എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതെന്താ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തൂടെ? എനിക്ക് പറ്റും. എല്ലാരും ഇന്ന് തകർക്കണം കേട്ടോ. ഏറ്റവും കൂടുതൽ മീൻ, അതാണ് നമ്മുടെ ലക്ഷ്യം. കുഞ്ഞുമറിയാം ബാബാ, ഞാൻ പോവാ. ഏറ്റവും സമയമൊന്നുമില്ല. എപ്പോഴാണ് ചൂണ്ടിടുന്നത്? അതൊക്കെ കെട്ടിത്തരാം. ഞാൻ പോവാണേ. സാധനം എടുത്തോളൂ എല്ലാം. വണ്ടിയുടെ പുറകില് ചൂണ്ടയുടെ സാമഗ്രികളെല്ലാം ഉണ്ട്. എല്ലാരും ബാഗ്. അടുത്ത സാധനം ജിനോദം എടുത്തോ, പെട്ടെന്ന് പെട്ടെന്നോ. നമ്മള് ചൂണ്ടയിടാൻ വേണ്ടി പോകണം. എന്റെ കയ്യിൽ മൊത്തം കരിവേലുണ്ട് കഴിഞ്ഞ വണ്ടിയുടെ പണിയുടെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മണ്ണിരയാണ് ഇടുന്നത്. ഞാൻ വേണ്ട ഈ കടവിൽ നിന്ന് ഇടാൻ വേണ്ടി പോകണം. നമ്മൾ കടവിൽ നിന്ന് ആദ്യത്തെ മീൻ അങ്ങ് പിടിക്കാൻ വേണ്ടി പോവാം. ഫസ്റ്റ് നമ്മൾ മണ്ണിരയാണ് ഇങ്ങനെ അങ്ങോട്ട് കോർക്കും. ആദ്യത്തെ അറിഞ്ഞില്ല, പള്ളത്തി. 1 കുഞ്ഞുമറി മീമി കൈ പിടിച്ചോ. ഇട്ടാ അവനെ പള്ളത്തി പിടിക്കട്ടെ. പള്ളത്തി സൂപ്പർ പള്ളത്തി പിടിക്കണം. വേണ്ട പരല് മീമി പരല് 3 ചെറിയ എന്തോ സാധനമാണ്. അതുകൊണ്ടാണ് ഇവൻ കടിച്ച് പഠിച്ചോണ്ട് പോകുന്നത്. എന്റെ മൂന്നാമത്തെ ഇത്തിരി വെള്ളം കൂടി എടുത്തിട്ട് ഇവിടെ വെച്ചേക്കാം. വേറെ ഒന്ന് സെയിം വണ്ടിയെ തന്നെ നമ്മൾ അടുത്ത് പിടിക്കുന്നത്. വേണ്ടോ അടുത്ത് 4 അടുത്തത് 5 അഞ്ചാമത്തത്. ആർക്കാ ജിനാശിനെ പുല്ലം കിട്ടി. കാണിച്ച് അത് ഞാൻ ഇറങ്ങാം. ഞാൻ ഇറങ്ങാം. പിടിക്കും. ജിനാശിനൊരു പുല്ലൻ ചെറിയ ഉടക്കാണ്. ഇങ്ങോട്ടുണ്ടോ? ചെറിയ ഉടക്കാണേ. ഇനി കുഴപ്പമില്ല. യെസ്, പിന്നല്ലേ വിനോദത്തിന്റെ ആദ്യത്തെ മീൻ പുല്ലൻ. രണ്ടാമത്തെ എണ്ണ നോക്കുന്ന വണ്ണമല്ല കേട്ടോ. കുഞ്ഞു പറയും മീമി പിടിച്ചോ പിടിക്കാനേ. അടുത്ത് പിടിക്കാൻ പോവാ. യെസ്, വിനോദത്തിന്റെ രണ്ടാമത്തെ മീൻ. വേണ്ട ഇതേല് പരലായിരിക്കും കേട്ടോ. ചെറിയ മീനാ, പുല്ലൻ. ജിനാച്ചന്റെ മൂന്നാമത്തെ. ഞാൻ പിടിക്കുന്ന നല്ല വലുതാണ് കേട്ടോ. പക്ഷെ നമ്മള് എണ്ണ ഒന്നും കാൽക്കുലേറ്റ് ചെയ്യത്തില്ല. ജിനാച്ചന്റെ പുല്ലല്ലേ കരിമീൻ. ആണ്ട കരിമീൻ അടിപൊളി. വേണ്ടേ ഇത് കൊള്ളാം കേട്ടോ. സൂപ്പർ. ജിനാച്ചന്റെ മൂന്നാമത്തെ മീൻ അടിപൊളി. ജിനാച്ചിനടുത്ത് ഇരിക്കേണ്ട താമസം. ജിനാച്ചിനടുത്ത മീൻ ഒരു ഇത് കൂരല് അല്ല, കരിമീൻ. ഉടക്കല്ല, പുല്ലൻ. ജിനാച്ചന് 3 4ാമത്തെ അല്ലേ? ആ, നീ കരയെ കയറണം എന്നാലേ സംഭവം ഉള്ളു കേട്ടോ. അത് വലിയ പുല്ലാണേ. ഇല്ല, അത് പോകത്തില്ല. പയ്യൻ എടുത്താൽ മതി. പോകത്തില്ല. പാടി പൊളി പുല്ലാണ് കേട്ടോ. സൂപ്പർ പുല്ല്. വമ്പൻ. അത് അടിയും പുല്ലാണ് കേട്ടോ.
ഒറ്റ നോക്കാണല്ലേ? തടിയും തടിയും പിടിക്ക് പിടിക്ക് പിടിക്കടാ 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 പിടിക്കടി 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 പിടിക്കടി. മമ്മി ഇവിടെ പറയാട്ടെ ഇച്ചായ ആർക്കെങ്കിലും ഒക്കെ കിട്ടിയാ മതി ഇത്. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടണം. ഓ ചേച്ചി 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 അടുത്ത ചേച്ചി എടുത്ത് ചേച്ചിയുടെ ആദ്യത്തെ മീൻ വേണ്ട 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 വേണ്ട. സൂപ്പർ വരല് ഉണ്ടല്ലോ കണ്ടല്ലോ. ഒന്ന് 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 സി ചേച്ചി ഒന്ന് ചേച്ചി കാണുന്നുണ്ടല്ലോ. നോക്കാം അടുത്ത ആരെ പിടിക്കുന്നതന്നെ. എല്ലാവർക്കും കൊത്തുണ്ട്. സി ചേച്ചിക്ക് എനിക്കും. എന്റെ ഫോൺ ജിനോച്ച ഒന്ന് തകർത്തോ. ജിനോച്ചന്റെ ഒന്ന് നല്ല പുല്ലാണോ? ഞാൻ വരാം. എടി എന്റെ ചൂണ്ട് എടുപ്പുണ്ട്. എടി ജിനോജന് അടുത്ത പുല്ലൻ കൊള്ളാം. ജിനോജന് എത്ര മതിയോ? അഞ്ചാമത്തെയോ? ഇപ്പൊ 3 പുല്ലനും അല്ല എത്ര 5 ഒരുത്തി പുറകിൽ പോണ്ടേ? എടി ഒരു ദിവസം ഒരുത്തി പുറകിൽ പോണ്ടേ? അവളെ കൊച്ചെ അല്ല എണ്ണാൻ വരട്ടെ. പുല്ലൻ ഇത് കണ്ടോ? എന്നെ അടിപൊളി മീനാ നിൽക്കുക. നല്ല വലിപ്പമുണ്ടേ. അമ്പത്തേക്കാൾ വലുതാണ്. പുല്ലൻ 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 ഇതുകൊണ്ടോടി എന്നാ കുഞ്ഞത് പിടിച്ചോ അവനെ. അവൻ്റെ വായി തൊട്ടെ. വായി പിടിച്ചാ അവൻ്റെ. വേണ്ട 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 വേണ്ട. അടുത്ത് പോയി നോക്ക് പോയി നോക്ക്. ഇത്രയും തീറ്റ ഇട്ടാ ഇടുന്നത്. ഇത് കണ്ടാണേ ഈ തീറ്റ പിടിക്കുന്നത് മൊത്തം. ഞാൻ അടുത്ത് പിടിക്കട്ടെ. ജിനാജ് എത്രയാണ്? ഞാൻ 5. അയ്യോ 5 6 6 അടുത്ത 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 7 7 8. അതിന് മുമ്പ് ഞാൻ അവിടെ നമ്പർ കൂട്ടുവാന്നേ. 9 10. ആണ് ചേച്ചിക്ക് ചെമ്പല്ലി. ഓ ചേച്ചിക്ക് ചെമ്പല്ലി അടിപൊളി. വേണ്ടേ സൂപ്പർ ചെമ്പല്ലി. വേണ്ട നോക്കി. ചേച്ചിയുടെ രണ്ടാമത്തെ മീൻ നൈസ് ചെമ്പല്ലി. ചേച്ചിയുടെ മീനെ കാണിച്ച്. ഈ ചേച്ചിയുടെ 12. ചേച്ചിയുടെ രണ്ടാമത്തെ അല്ലേ? നല്ല സുന്ദര മീനാണ്. അടിപൊളി. ഇവിടെ ഒരാളുണ്ടല്ലോ മീനിനെ ബക്കറ്റിലിട്ടുകൊണ്ട്. എവിടെ പോവാ? മീനുണ്ടായത് മീനുണ്ട് കാണിച്ചു. ഇവിടെ കൊണ്ട് കാണിച്ചു. അപ്പനെ കൊണ്ട് കാണിച്ച്. എന്താണല്ലോ ഞാൻ 12 പിടിച്ചു. ഇനിയിപ്പം നമുക്ക് വലിയ മീനെ പിടിക്കാം. അപ്പം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നമ്മുടെ മാവ് മീൻ പറഞ്ഞാൽ ഞാൻ ചോട്ടിട്ടാ. ഇനി ഇവനെ ചെമ്പല്ലിയോ പുല്ലട പിടിക്കട്ടെ. എന്താ പപ്പ പിടിച്ചു 4ാമത്തെ. 2 കരിമീൻ ഒരു കോലാൻ നേരത്തെ സൈഡിൽ നിന്ന് പപ്പ എടുത്ത് പിടിച്ചിട്ടുണ്ട്. എത്രാമത്തെ പപ്പേ? 5ാമത്തെ. പപ്പയുടെ 5ാമത്തെ. ഇരുട്ടായി. ഇരുട്ടായപ്പോഴേക്ക് ജിനോജിന് അടുത്ത മീൻ 6ാമത്തെ. എത്ര 7ാമത്തെയോ? 6 7 ആണ് കേട്ടോ. പുല്ലനാന്ന് തോന്നേ. അറിയത്തില്ല. മീൻ അടുത്ത് വരുമ്പോൾ അറിയാൻ പറ്റത്തുള്ളൂ. മീൻ ഇതുവരെ അടുത്ത് വന്നിട്ടില്ല. പുല്ലൻ. ഓ അടുത്ത പുല്ലൻ ആണ്. മീൻ മീൻ കുഞ്ഞു പറയും മീമി. അത് നല്ലതല്ലേ? നല്ല സൂപ്പർ പുല്ലൻ. ആണ്ടോ? അടിപൊളി. നമ്മുടെ അരാപ്പയ്മയ്ക്ക് രക്ഷ. അരാപ്പയ്മയ്ക്ക് കുശാലാണ് കേട്ടോ. അടിപൊളി മീമി. വേണ്ട കുഞ്ഞോ? അങ്ങോട്ടാ മീമി വേണ്ട. വമ്പം മീമി. പിടിക്കണോ? എന്നാ പിടിക്കോ. വായി കഴിട്ടോ. കടിക്കും. കടിക്കത്തില്ല. കഴിട്ടോ. വായി കഴിട്ടോ. ഒന്നിനും പേടിയില്ല. വെള്ളം പോയി കയറ്റി വെച്ചു. ജിനാച്ചന്റെ ഉണ്ടായാലും അടുത്ത മീൻ. ജിനാച്ചൻ എല്ലാം വലിയ മീനുള്ളത്. പുല്ലൻ 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 നല്ല പുല്ലനാണ് കേട്ടോ. അരാപ്പയ്മയ്ക്ക് നമുക്കും കുശാലായി കുറച്ച് ദിവസത്തേക്ക്. ഫ്രഷ് മീനുകൾ മാത്രം. മറിക്കോ 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 മറിക്കോ. അടിപൊളി പുല്ല്. ഇതുണ്ടോ? അധികം പഠിപ്പിക്കണ്ട. തീറ്റ കളയെടുത്തു. തൊട്ടോ 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 തൊട്ടോ. സൂപ്പർ പുല്ല്. ഉമ്മ ഒരു ഉമ്മ ഉമ്മ ഉമ്മ.
ഇത് അങ്ങനെ ഞങ്ങള് ഫിഷിങ് വൈൻഡപ്പ് ചെയ്ത് ഏറ്റവും കൂടുതൽ മീൻ പിടിച്ച ആള് ഞാൻ പറയുന്നില്ല ആരാ മമ്മി എന്നാലും അവസാന നിമിഷം ഭയങ്കരമായിട്ട് സ്കോർ ചെയ്തു കേട്ടോ. മമ്മിക്ക് എനിക്ക് വന്നൊരു 9 കിട്ടിയല്ലോ മമ്മിക്ക്. എനിക്ക് 12, ജിനോജ് നിൽക്കുന്ന 6-7 കിട്ടി. 6 ചേച്ചി നമുക്കൊക്കെ കൂടെ കൂടി 60 കിട്ടിയാലും ജിനോസിന്റെ മീൻ അതെ 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 സത്യം കേട്ടോ. വലുപ്പം ഒരു രക്ഷ വലുപ്പമാണ്. ഇന്ന് നമുക്ക് അത്യാവശ്യം നല്ല സൂപ്പറായിട്ട് മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, വീട്ടിൽ പോയിട്ട് മമ്മി ഇതിനകത്തുനിന്ന് വെറൈറ്റി മീനുകളെ ഞങ്ങൾക്ക് ഫ്രൈ ആക്കി തരാം. ഒന്ന് കാണിക്കും മീനെ. ഓ അങ്ങനെ നമ്മുടെ കരിമീനെ ചെമ്പല്ലിനെയൊക്കെ സൂപ്പറായിട്ട് വെട്ടിയെടുത്തു. മമ്മിയുടെ നേതൃത്വത്തിൽ 5 ഇന്ന് മീൻ വെട്ടിയത്. അപ്പോൾ ഇന്ന് മസാല ഇടുന്നത് 5 കേട്ടോ. അപ്പോൾ ആദ്യമേ ആവശ്യത്തിന് മുളക് പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ ആണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനിയിപ്പോൾ ഒരു നാരങ്ങയും കൂടെ അങ്ങോട്ട് പിഴിഞ്ഞ് ചേർത്ത് ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുവേ. ഇനി നമ്മുടെ മീനിൻ്റെ മേളിലേക്ക് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുകയാണ്. മീനിൻ്റെ മേളിലും വയറിൻ്റെ അകത്തുമൊക്കെ നല്ല അടിപൊളിയായിട്ട് മസാല തേച്ച് പിടിപ്പിക്കും. ഫുള്ള് മീനിൽ മസാല തേച്ച് വെച്ചു. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഈ മസാലയ്ക്ക് തരുന്ന കഴിയുമ്പോഴേക്കും നമുക്ക് ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആക്കി എടുക്കാവേ. അതായത് മീനയിൽ മസാലയൊക്കെ പിടിച്ചു. അപ്പം നമ്മളാണെങ്കിൽ വെളുത്തുള്ളി, ഇഞ്ചിയും കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ മമ്മി കപ്പ പുഴുങ്ങാനും വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മളിത് അടുപ്പ് കത്തിച്ച് അതിലേക്ക് പാൻ എടുത്ത് വെച്ചു. പാൻ ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ, എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും നല്ല ചെമ്പല്ലി, കരിമീൻ, ചെമ്പല്ലി, മീനച്ചിലാറ്റിലെ നല്ല കരിമീനും ചെമ്പല്ലിയും വറുത്തതിൻ്റെ മണം വീട്ടിൽ മൊത്തം വരാൻ തുടങ്ങി. മീനിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി, നന്നായിട്ടല്ല ഒരു ഷാലോ ഫ്രൈ ആയി. ഈ മമ്മിയാണെങ്കിൽ മീനിനെ എടുത്ത് മറിച്ചിടുവാണ് കേട്ടോ. എനിക്ക് വയ്യതേ കപ്പ പുഴുങ്ങിയത് മീൻ വറുത്തതാണ്. മീനൊക്കെ സെറ്റായി. മമ്മി പാത്രത്തിലേക്ക് എടുത്ത് വെക്കാൻ വേണ്ടി പോവാണ്. അടിപൊളി. ചേച്ചിയുടെ മീനാണ് മമ്മി സ്പെഷ്യലായിട്ട് കരിച്ച് വെച്ചിട്ടുണ്ട്. ചേച്ചിക്ക് ഒരു ഇച്ചിരി ഡീപ്പ് ഫ്രൈയും ഞങ്ങൾക്ക് എല്ലാവർക്കും ഷാലോ ഫ്രൈയും. അതാണ് ചേച്ചിക്ക് ഇഷ്ടം. കുറച്ച് ഷാലോ ഫ്രൈ അല്ല, അതിനേക്കാളും കുറച്ചുകൂടെ മേളിൽ ചേച്ചിക്ക് കുറച്ചും കൂടെ ഡീപ്പ് ഫ്രൈ. ഇതിൻ്റെ ഈ പൊടിക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ഇന്നത്തെ ബാക്കിയുള്ള കറികളൊക്കെ കാണിച്ചു തരാം. നല്ല മീൻ വറുത്തത്, ഓർഗാനിക് മീൻ, സാമ്പാർ, പാവയ്ക്ക, കപ്പ പുഴുങ്ങിയത്, മമ്മിയുടെ മാങ്ങാച്ചാർ. മമ്മിയാണെങ്കിൽ എല്ലാവർക്കും കപ്പ എടുക്കുന്നു. കുഞ്ഞുമറിയുണ്ട് അവിടെ. കുഞ്ഞുമറി ഒരു പൂച്ചേനെ തലകീഴായിട്ട് പിടിച്ചോണ്ടിരിക്കുവാണ്. ദേഹാകൂട്ടം വന്നു. പൂച്ച. കപ്പയും കരിമീനും. അടിപൊളി, സൂപ്പർ കപ്പ, അടിപൊളി കപ്പ കേട്ടോ. ചേച്ചിയുടെ മീനാണ് അവിടെ വന്നിട്ടുണ്ട്. ജിനോജ് എത്രയും പിടിച്ച 6 അല്ലേ? എണ്ണത്തിൽ കൂടുതൽ ഞാനാട്ടോ, 12 അങ്ങാണ്ട് പിടിച്ച്. ചേച്ചിയുടെ സ്പെഷ്യൽ മീൻ എത്തിയിട്ടുണ്ട്. മീൻ വെട്ടിയ ആൾ 5. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ കരിമീൻ. കപ്പ അടിപൊളി, നല്ല സൂപ്പർ കപ്പ. കുഞ്ഞുമറിയത്തിന് ആണ്ടാ മീമി അമ്മച്ചോ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. മീൻ പിടുത്തവും മീനെ ഇഷ്ടമാണ് 2 പേർക്കും. കരിമീൻ എങ്ങനെയുണ്ട്? സൂപ്പർ. ചേച്ചിയുടെ മീൻ എങ്ങനെയുണ്ട്? സ്പെഷ്യൽ മീൻ. ചേച്ചിക്ക് ചെമ്പല്ലിയും കരിമീനാണ് കേട്ടോ. സൂപ്പറാ, അടിപൊളിയാ. അമ്മീ ഒരു കരിമീൻ അങ്ങ് കൊടുക്കാൻ. ഇത് കണ്ടല്ലോ, കപ്പയുടെ മേളിൽ നല്ല കരിമീൻ വെച്ചിട്ട്. അതെ, കപ്പയും കരിമീനും. സൂപ്പർ കപ്പയാ കേട്ടോ, അടിപൊളി കപ്പ. ഞാൻ കൂടെ വേണം കപ്പയും കരിമീനും. കപ്പ കഴിക്കുന്നില്ല, അവൻ്റെ ചോറുണ്ടാണ് കേട്ടോ. അപ്പൊ എല്ലാവരും മമ്മി കഴിച്ചു നോക്കിയാ. മമ്മി അതിനുണ്ടോ? മമ്മി നല്ല കരിമീൻ കേട്ടോ, അടിപൊളി. ആണ് മമ്മി അവിടെ വെച്ച് മീൻ എടുക്കാൻ, അവൾക്ക് ആ മീനെ കയ്യിലെടുക്കാൻ. അപ്പം താങ്ക് യു സോ മച്ച്. നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയിപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ബോട്ടിന്റെ വീഡിയോസ്, ബോട്ട് ഫിഷിങ്ങിന്റെ വീഡിയോസ് വരുന്നതാണ് കേട്ടോ. ആടാ ഞാൻ കൂടെ ചെമ്പല്ലി മുതൽ ആറ്റിക്കൂടെ വമ്പൻ ചെമ്പല്ലി. ഇതാണ് നമ്മൾ ചേഞ്ച് ചെയ്ത സാധനം. വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം വീഡിയോ ഒന്നും വലിയ കാര്യമായിട്ട് എടുത്തില്ല. കാരണം ഇന്ന് ഈ പണി തീർത്തിയാണ്, കാരണം നമ്മുടെ പോർച്ചിലെ വണ്ടി കിടക്കണേ. അപ്പോൾ ഇന്ന് പണി തീർത്താലേ ഉള്ളൂ
ഈ വണ്ടി ഇറക്കിയിട്ട് ഫോർച്യൂണർ കയറ്റിടാൻ പറ്റുള്ളൂ. ഇതൊക്കെ സ്ഥലം കാണിച്ചു കൊടുത്തു. വലിയൊരു ക്ലീനിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി സ്റ്റാർട്ട് നോക്കാം. അപ്പോൾ നമ്മൾ JCB ഓടിക്കണം. ഇത് കുഞ്ഞുമറിയത്തിനെയും ഇഹാൻകുട്ടനെയും കൊണ്ട് ആദ്യമായിട്ട് ചെടി വെപ്പിക്കാൻ വേണ്ടി പോവാണ്. ചെടിയല്ല, ഒരു വാഴ വെപ്പിക്കാൻ വേണ്ടി പോവാണ്. മീനച്ചിലാറിൻ്റെ സൈഡിലുള്ള നമ്മുടെ സ്ഥലത്ത് ഇപ്പോൾ കപ്പ ഇട്ടിരിക്കുവാണ്. ഇവിടെ നമ്മൾ ഇവരെ കൊണ്ട് വാഴ വെപ്പിക്കുവാണ് കേട്ടോ. പിടിച്ചോ ആ കുഞ്ഞുമറിയത്തിൻ്റെ ആദ്യത്തെ വാഴ 5 നട്ട് കേട്ടോ.